ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് പൗച്ച് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ നമുക്ക് ഇതേപോലെ പൗച്ച് ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതൊരു വരുമാന മാർഗ്ഗമാക്കിയിട്ടും മാറ്റിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൗച്ച് തയ്ച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൗച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് നേരെ കട്ടിങ്ങിലേക്കും സ്റ്റിച്ചിങ്ങിലേക്കും കടക്കാം. അപ്പോൾ ഞാൻ പൗച്ച് തയ്ക്കാൻ വേണ്ടി തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്, ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, നല്ല തുണി എടുത്തിട്ടുണ്ട്, സിബും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിബ് 12 ഇഞ്ച് ലെങ്ത്തുള്ള സിബാണ് നമുക്ക് വേണ്ടത്. ഇത് 15 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഈ സിബ്. അപ്പോൾ ഇതിൻ്റെ വീതിയും നീളം ഒക്കെ എത്രയാണെന്ന് ഞാൻ അളന്ന് കാണിച്ച് തരാം. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ പൗച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലൊരുപാട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് ഏത് തുണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് തുണി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തുണി ആകുന്നതാണ് ഒന്നും കൂടി നല്ലത്. പിന്നെ അതുപോലെ തന്നെ കട്ടിയുള്ള ക്യാൻവാസും ഉപയോഗിക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. ലൈനിങ് തുണി അത്ര കട്ടിൽ കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ക്യാൻവാസ് ഉപയോഗിക്കുമ്പോൾ നല്ല കട്ടിലെ ക്യാൻവാസ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിത് കട്ടിൽ നമ്മൾ ഷർട്ടൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കണ ക്യാൻവാസ് ഉണ്ടല്ലോ, അപ്പോൾ ഷർട്ടിൻ്റെ കോളറൊക്കെ തയ്ക്കണ ക്യാൻവാസ് ആ കട്ടിലെ ക്യാൻവാസ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കട്ടെ. എന്നാലും നമ്മളെ പൗച്ച് നല്ല ഭംഗിയായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മൂന്നും ഒരേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ക്യാൻവാസും തുണി ലൈനിങ്ങും ഒക്കെ ഒരേ അളവിലാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് 10 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 11 ഇഞ്ച് ലെങ്ത്തുമാണ് കേട്ടോ. ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ 10 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ നീളം 11 ഇഞ്ച് നീളത്തിലും. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാൻ ലൈനിങ് തുണിയും അതുപോലെ തന്നെ നല്ല തുണിയും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാം. നമുക്ക് ഇതിലേറെ ചെറിയ പൗച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിലൊന്ന് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇതിലേറെ വലുത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് നല്ല തുണിയിലൊന്ന് ഈ ക്യാൻവാസ് നമുക്ക് പതിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസിൻ്റെ ഈ മിനുസല്ല ഒരു ഭാഗമുണ്ട്, തിളക്കല്ലേ പശയുള്ള ഭാഗം, ആ ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്യാൻ. അപ്പോൾ എൻ്റെ ക്യാൻവാസ് ഒരു വർഷത്തിൻ്റെ മീതായിട്ട് വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതിന് ചെറിയൊരു കളർ ചേഞ്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാൻവാസ് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് തുണി ഇതിൻ്റെ മീതെ വെച്ചിട്ട് കറക്റ്റ് വീതി നീളമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൂന്നും കൂടി ഒരുമിച്ചിട്ട് ഇതിൻ്റെ തുഞ്ചത്ത് കൂടെ ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 സൈഡും ഞാൻ തയ്ച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ വീതി ഉണ്ടല്ലോ, ഈ 10 ഇഞ്ച് വീതിയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 10 ഇഞ്ച് വീതിക്കുള്ള ഈ ഒരു ഭാഗത്തൊരു 1/4 ഇഞ്ച് ഒന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ 10 ഇഞ്ച് വീതി വരുന്നത്, ഇവിടെ 11 ഇഞ്ച്. അപ്പോൾ ഈ 10 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് നമ്മൾ 1/4 ഇഞ്ച് മാത്രം ഒന്ന് ഉള്ളിലേക്ക് ചീത്തവശത്തേക്ക് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് സിബ് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മെഷീനിൽ നൂലിട്ടിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അടിനൂല് ഞാൻ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ മുകളിലത്തെ നൂല് വെള്ള കളറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേപോലെ 1/4 ഇഞ്ച് നമ്മൾ മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും ഞാൻ 1/4 ഇഞ്ചിൽ മടക്കി തയ്ച്ചെടുത്തു. ഇനി നമുക്കിതാ ഇങ്ങനെ സെൻറ്ററിൽ വേണം കേട്ടോ നമുക്ക് സിബ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓപ്പണുള്ള ഭാഗത്ത് സിബ് വെച്ചെടുക്കാം. അപ്പോൾ സിബിൻ്റെ ഈ ഒരറ്റം ഇതേപോലെ നല്ല വശം മുകളിലേക്ക് ആക്കി കൊടുക്കട്ടെ. സിബിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന് 1 സൈഡ് ഫൂട്ട് ഇടണമെന്നൊന്നുമില്ല കേട്ടോ. പൗച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് 1 സൈഡ് വേണമെന്നില്ല. ഇതേപോലെ സിബിൻ്റെ ഈ ഒരു റണ്ണർ ഓടുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിൽ നിന്നും അല്പം കുറച്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കുക.
അപ്പോൾ ഇതാ ഞാനിവിടെ തയ്ച്ചെടുത്ത് 2 സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റിച്ച് കൊടുക്കട്ടെ. ഞാനിവിടെ ഒറ്റ സ്റ്റിച്ചേ കൊടുക്കണുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങേ സൈഡിലും ഇതേപോലെ സിബ് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഈ ഒരു സൈഡ് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിബ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ നല്ല വശത്ത് വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നൂലൊന്ന് കെട്ടിപ്പിണഞ്ഞതാട്ടോ. അപ്പോൾ ഒന്ന് കട്ടായി കൂടി, അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ശരിയാക്കി എടുത്തതാണ്. സിബിന് ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ചെടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങേ ഭാഗം തയ്ച്ചെടുക്കാൻ കഴിയും. കറക്റ്റാക്കി വെച്ചെടുക്കുക കേട്ടോ. കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് ഇതേപോലെ നമുക്ക് തയ്ച്ച് പോരാം. ഈ ഒരു സൈഡും നമ്മൾ തയ്ച്ചെടുത്തു. അപ്പോൾ 2 സൈഡിലും നമ്മൾ തയ്ച്ച് സിബ് ഇതിമേ പിടിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതാ ഇതേപോലെ ചീത്തവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഇതേപോലെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ സിബ് ഉണ്ടല്ലോ, സിബ് കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചെടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ഹാങ്ങിങ് വള്ളി വെച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു തുണി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഹാങ്ങിങ് വള്ളി ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു പൗച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണിത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് പൗച്ച് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു വർഷം കുട്ടികൾ ഉപയോഗിച്ചിട്ടും ഒരു കേടുപാടും വന്നിട്ടില്ല. അതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുന്നൊക്കെ വിട്ടു പോരും. നമ്മൾ 2 സ്റ്റിച്ചൊക്കെ കൊടുത്ത് ഇതേപോലെ നല്ല വൃത്തിയിൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 1 വർഷമോ 2 വർഷമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഈ ഒരു പൗച്ചിന് കേടോ ഒന്നുമില്ല. ചളിയൊക്കെ ആകുമ്പോൾ ഞാനിത് അലക്കി കൊടുക്കാറാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് ഞാനിപ്പോൾ തയ്ച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഒരു പൗച്ച് ഞാൻ തയ്ച്ചെടുത്തു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഇതാ ഈ ഒരു ഹാങ്ങിങ് വള്ളിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു തുണി ഇത്ര പോകുന്നൊരു ചെറിയൊരു കഷ്ണം എടുക്കുക കേട്ടോ. ഏറി വന്നാൽ ഒരു 6 ഇഞ്ച് ലെങ്ത്തിനുള്ള തുണി നീളത്തിന് എടുക്കുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ അറ്റവശം അങ്ങനെ മടക്കി കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് കറക്റ്റ് 2 വശം കൂടി ചേർത്ത് വെച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മളൊരു വള്ളിയാക്കി തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ തയ്ച്ചെടുത്തതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് എടുത്ത് ഒന്ന് ലെവൽ ചെയ്തു. 6 ഇഞ്ച് ലെങ്ത്ത് എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് ലെങ്ത്ത് കറക്റ്റാണ്. നമുക്കിതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തൊന്ന് ശരിയാക്കി എടുക്കാം. ഇനി നമുക്കിത് 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ സിബിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ വെച്ചിട്ടുള്ളത് ഈ ഒരു വശത്താണ്. അങ്ങേ വശത്താണ് ഒന്നും കൂടി നല്ലത് കേട്ടോ, വെക്കാൻ നല്ലത്. ഞാനിപ്പോൾ ഈ ഒരു വശത്ത് വെച്ച് തയ്ച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഓർത്തത് അങ്ങേ വശത്ത് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വശത്താണ് വെച്ചുകൊണ്ട് തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് വശത്ത് വേണമെങ്കിലും വെച്ച് തയ്ക്കാം. അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ചിൽ തയ്ച്ച് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ 1/2 ഇഞ്ച് ഒന്ന് അളന്ന് നോക്കുക. അളന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 1/2 ഇഞ്ചിൽ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ 2 സൈഡും 1/2 ഇഞ്ച് വീതം തയ്ച്ചെടുത്തു. ഇതിന് ശേഷം നമുക്ക് ഏറെ വന്ന ഈ ഒരു സിബിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു 1/2 ഇഞ്ച് തയ്ച്ചല്ല, ആ തയ്ച്ച അവിടെ നിന്നും 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും മുകളിലേക്കും 1 ഇഞ്ച്, 1 ഇഞ്ചിൻ്റെ ഒരു ബോക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ തയ്യലിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ ഈ തുഞ്ചത്ത് നിന്നാണ് അളക്കണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് വരും. അല്ല തയ്യലിൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്യട്ടോ. തയ്യൽ ഒഴിച്ചിട്ടുള്ളതാ ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങനെ 1 ഇഞ്ച് ബോക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കത്രിക പാളിപ്പോകാനൊന്നും പാടില്ല. കറക്റ്റ് ആ 1 ഇഞ്ചിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക.
അപ്പോൾ 4 സൈഡിലും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ നമ്മൾ തയ്ച്ചല്ലോ, ആ തയ്ച്ചതിൻ്റെ മീതെ കൂടെ തന്നെ തയ്യൽ ഒരു വട്ടം കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കെട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തപ്പോൾ ആ ഒരു കെട്ട് കട്ടിങ്ങിൽ പോയി. അപ്പോൾ നമുക്ക് രണ്ടാമതൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം, എന്നാലും നമ്മളെ തയ്യൽ വിട്ടു പോരാതെക്കുള്ളൂ. അങ്ങനെ ഞാനിവിടെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡും ഇതേപോലെ ചെയ്തെടുക്കണം. ഈ ഒരു മൂലഭാഗം കറക്റ്റ് സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഈ ഒരു തയ്യൽ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് സിബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് വളച്ച് വെക്കണം കേട്ടോ. ഇങ്ങോട്ടേക്ക് വളച്ച് വെച്ചിട്ട് 1/4 ഇഞ്ചിലൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇവിടെയും 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, എന്നാലേ തുന്ന് അഴിഞ്ഞു പോകാതിരിക്കുള്ളൂ. തുന്ന് പെട്ടെന്ന് വിട്ടുപോകുകയോ പൊട്ടിപ്പോരുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. കെട്ടിട്ട് തന്നെ കൊടുക്കുക. ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്കും ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ലോക്ക് ചെയ്യണില്ല. വീണ്ടും ഇതേപോലെ സിബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെയും നമ്മൾ 1/4 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ 4 സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ. നിങ്ങളൊരു തവണ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലും ഇതേപോലെ പൗച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇനി ഇതും കണ്ടില്ല, സിബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ വീട്ടിൽ സാധാരണ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൗച്ച് ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു വശം തയ്ച്ചു. ഇങ്ങേ വശം ഇതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് സിബിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് ആക്കി വെച്ചെടുക്കണം കേട്ടോ, ഈ ഒരു തുമ്പ് വശം. എന്നിട്ട് ഇതേപോലെ തന്നെ 1/4 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. തുന്ന് വിട്ടു പോരാതിരിക്കാനൊക്കെ നല്ലതാണ്. 4 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നൂലൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ. അപ്പം ഞാൻ ഉപയോഗിച്ച നൂല് വെള്ള നൂലും ബ്ലാക്ക് നൂലും ആയതുകൊണ്ട് തന്നെ ഈ വെള്ള നൂല് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിന്മേൽ തയ്യൽ ശരിക്കും കാണാൻ കഴിയുണ്ടാവും. നമുക്ക് സെയിം നൂല് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണും കൂടി ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ നൂലെടുത്തത് കേട്ടോ. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സിബ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്ച്ച ഓരോ എഡ്ജ് ഭാഗം ഓരോ മൂലഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കൈ കൊണ്ട് എന്തുകൊണ്ടേലൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അമർത്തി അതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുത്താൽ നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പൗച്ചിന്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കളറ്, പിന്നെ പെൻസിൽ, പേന, സ്കെയിൽ എല്ലാതും ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 പൗച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് പൗച്ച് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല പൗച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങി പൈസയും കളയണ്ട. പിന്നെ അതേപോലെ തന്നെ തുന്നി വിട്ട് പോരൊന്നുമില്ല, നമുക്ക് 2-3 വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.